ലൈംഗിക പീഡന കേസിൽ മുൻകൂർ ജാമ്യ ഹർജി നൽകി രാഹുൽ മാങ്കൂട്ടത്തിൽ. പീഡനാരോപണം നിഷേധിച്ച രാഹുൽ, നടന്നത് പരസ്പര സമ്മതത്തോടെയുള്ള ലൈംഗിക ബന്ധം. പോലീസിന്റെ അതിവേഗ നീക്കത്തിന് പിന്നിൽ രാഷ്ട്രീയ നീക്കമെന്നും രാഹുലിന്റെ ഹർജി. ലൈംഗിക പീഡന കേസിൽ രാഹുലിനെതിരായ എഫ്ഐആർ ന്യൂസ് 18. പാലക്കാട്ടെ ഫ്ളാറ്റിൽ വെച്ചും പീഡിപ്പിച്ചു, ഭീഷണിപ്പെടുത്തി, നഗ്ന ദൃശ്യങ്ങൾ പകർത്തി, അശാസ്ത്രീയ ഗർഭഛിദ്രത്തിന് പ്രേരിപ്പിച്ചു. മരുന്നെത്തിച്ചത് രാഹുലിന്റെ സുഹൃത്ത്, കഴിക്കുന്നത് രാഹുൽ വീഡിയോ കോളിലൂടെ ഉറപ്പും വരുത്തി. തെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്കൽ രാഹുൽ കേസിൽ വെട്ടിലായി കോൺഗ്രസ്. തള്ളാനും കൊള്ളാനുമാവാതെ മുതിർന്ന നേതാക്കൾ. സിപിഎമ്മിന്റെ രാഷ്ട്രീയ കെണിയെന്ന് പ്രതിരോധം. രാഹുലിനെതിരെ ആക്ഷേപം ഉയർന്നപ്പോൾ തന്നെ അദ്ദേഹത്തെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും നിയമസഭാ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്ന് ഞങ്ങളെല്ലാവരും പറഞ്ഞിട്ടുണ്ട്. പ്രതിഷേധം ശക്തമാക്കി സിപിഎമ്മും ബിജെപിയും. കണ്ണൂരിലെ ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധ മാർച്ച്. മൂന്നാറിൽ സ്കൈ ഡൈനിങ്ങിൽ കുടുങ്ങി വിനോദസഞ്ചാരികൾ. കുടുങ്ങിയവരെ താഴെ എത്തിച്ചു, കാരണം ക്രെയിനിന്റെ സാങ്കേതിക തകരാർ. മലപ്പുറം ഒതായി മനാഫ് കൊലക്കേസിൽ 1-ാം പ്രതി കുറ്റക്കാരൻ. മാലങ്ങാടൻ ഷഫീഖിനുള്ള ശിക്ഷ നാളെ വിധിക്കും. 3 പേരെ വെറുതെ വിട്ടു. ശിക്ഷ വിധിക്കുക മഞ്ചേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി. ഡിറ്റ്വ കേരളത്തിൽ ഇന്നും നാളെയും ശക്തമായ മഴ. തമിഴ്നാട്ടിൽ അതീവ ജാഗ്രത. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസവും മഴയ്ക്ക് സാധ്യത. ലൈംഗികമായി പീഡിപ്പിച്ചെന്ന യുവതിയുടെ പരാതിയിൽ കേസെടുത്തതിന് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA മുൻകൂർ ജാമ്യ ഹർജി നൽകി. തിരുവനന്തപുരം സെഷൻസ് കോടതിയിലാണ് ജാമ്യ ഹർജി നൽകിയത്. യുവതി നൽകിയിരിക്കുന്നത് വ്യാജ പരാതിയാണെന്നും കേസിൽ താൻ നിരപരാധിയാണെന്നും ജാമ്യ ഹർജിയിൽ പറയുന്നു. പരാതി നൽകിയ യുവതിയുമായി ദീർഘകാലമായി സൗഹൃദ ബന്ധമുണ്ടെന്നും ബലാത്സംഗം ചെയ്യുകയോ ഗർഭഛിദ്രത്തിന് നിർബന്ധിക്കുകയോ ചെയ്തിട്ടില്ല എന്നും ഹർജിയിൽ പറയുന്നു. അതേസമയം രാവിലെ നെയ്യാറ്റിൻകര JFCM7 കോടതിയിൽ പരാതിക്കാരുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തി. തിരുവനന്തപുരത്ത് ഒരു ഫ്ളാറ്റിൽ വെച്ച് 2 തവണ ബലാത്സംഗം ചെയ്തു എന്നാണ് യുവതിയുടെ മൊഴിയിൽ പറയുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഗുരുതരമായ പരാമർശങ്ങളടങ്ങിയ എഫ്ഐആറിന്റെ പകർപ്പ് ന്യൂസ് 18 ലഭിച്ചു. ഗർഭചിത്ര വിവാദത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരെ ഇരയായ യുവതി കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം റൂറൽ ജില്ലാ പോലീസ് മേധാവിക്ക് മൊഴി നൽകിയതിന് പിന്നാലെയാണ് ഈ കേസിന്റെ അന്വേഷണം നേമം പോലീസിന് കൈമാറിയിരിക്കുന്നത്. നേമത്താണ് ഇതുമായി ബന്ധപ്പെട്ട തുടർ നീക്കങ്ങൾ നടക്കുന്നത്. അതിന്റെ ഭാഗമായി കേസിൽ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. FIRൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഗുരുതരമായ പരാമർശങ്ങളാണുള്ളത്. 2025 മാർച്ച് മാസം 17-ാം തീയതി തൃക്കണ്ണാപുരത്തുള്ള യുവതിയുടെ ഫ്ളാറ്റിൽ വെച്ച് അവരുടെ അനുവാദമില്ലാതെ അവരുടെ സ്വകാര്യ ദൃശ്യങ്ങൾ പകർത്തി, ആ ദൃശ്യങ്ങൾ കാണിച്ച് പലതവണ ഭീഷണിപ്പെടുത്തി, പാലക്കാടുള്ള MLAയുടെ ഫ്ളാറ്റിലടക്കം എത്തിച്ച് തന്നോട് അപമര്യാദയായി പെരുമാറിയിട്ടുണ്ട് എന്നാണ് ഈ FIRൽ എടുത്തു പറയുന്ന കാര്യം. മാത്രവുമല്ല, ഗർഭചിത്രത്തിനായി 2025 മെയ് മാസം 30-ാം തീയതി കൈമനത്ത് വെച്ച് ഒരു വാഹനത്തിലെത്തി തനിക്ക് ഗുളികകൾ കൈമാറിയെന്നും ഇത് കഴിച്ചതിന് ശേഷം ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലൂടെയാണ് കടന്നുപോയതെന്നടക്കമുള്ള കാര്യങ്ങൾ യുവതി മൊഴിയായി അന്വേഷണ സംഘത്തിന് നൽകിയിട്ടുണ്ട്. ഇതടക്കം FIRൽ പരാമർശിക്കുന്നുണ്ട്. അതോടെയാണ് BNS സെക്ഷൻ 86 അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതേസമയം മുൻകൂർ ജാമ്യം തേടി രാഹുൽ മാങ്കൂട്ടത്തിൽ കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. തനിക്കെതിരെ നടക്കുന്നത് രാഷ്ട്രീയ ഗൂഢാലോചനയാണ്, രാഷ്ട്രീയമായി തേജോപതം ചെയ്യാനുള്ള നീക്കമാണ് എന്നതൊക്കെയാണ് അദ്ദേഹത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിലെ പരാമർശം. മാത്രവുമല്ല, മറ്റൊരാളുടെ ഭാര്യ ആയിരുന്നു എന്ന കാര്യം മറച്ചു വെച്ചുകൊണ്ടാണ് യുവതി തനിക്ക് മുമ്പിൽ വിവാഹ ആവശ്യം ഉന്നയിച്ചത്. അത്തരമൊരു നീക്കവുമായി വന്നത്. പക്ഷേ മറ്റൊരാളുടെ ഭാര്യ എങ്ങനെ വിവാഹം കഴിക്കാൻ കഴിയും എന്ന തരത്തിലുള്ള പരാമർശങ്ങളും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്ത് നിന്ന് അഭിഭാഷകർ കോടതിയെ അറിയിച്ചതായാണ് വിവരം. അതേസമയം ഇത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം പോലീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെയാണ് എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു അവ്യക്തത തുടരുന്നുണ്ട്. കോടതി മുൻകൂർ ജാമ്യം അനുവദിക്കുകയാണെങ്കിൽ രാഹുലിന് താൽക്കാലിക ആശ്വാസമാകും. അതല്ല, മറിച്ചൊരു നീക്കമാണ് ഉണ്ടാകുന്നതെങ്കിൽ അത് വലിയ തരത്തിൽ രാഹുലിനെ ഈ വിഷയത്തിൽ പ്രതിരോധത്തിലാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തും. എന്തായാലും ആവശ്യമെങ്കിൽ വനിതാ IPS ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം കൂടി അന്വേഷണ സംഘത്തിൽ ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അതായത് ഒരുപക്ഷെ കൂടുതൽ പരാതികൾ സമാന സ്വഭാവമുള്ള നേരത്തെ പറഞ്ഞു കേട്ട
പ്രതിപക്ഷ നേതാവിന്റെ അടുക്കൽ അടക്കം എത്തിയ പരാതികളിൽ ചിലത് നിയമപരമായി പോലീസ് സംവിധാനങ്ങൾക്ക് മുമ്പിലേക്ക് എത്തുമെന്നുള്ള സൂചനകൾ ഉണ്ട്. ആ ഒരു പശ്ചാത്തലത്തിലായിരിക്കും അങ്ങനെ കൂടുതൽ പരാതികൾ എത്തിയാലായിരിക്കും പ്ലേസ് ഓഫ് ഒക്കറൻസ് പല സ്ഥലങ്ങളിൽ ആയതിനാൽ അന്വേഷണം പ്രത്യേക സംഘത്തിന് കൈമാറാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുക. എന്തായാലും ക്രൈംബ്രാഞ്ച് മേധാവി ADGP H. വെങ്കിടേഷ് നേരിട്ടാണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മേൽനോട്ടം വഹിക്കുന്നത്. അദ്ദേഹത്തെ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം നേരിട്ട് വിളിപ്പിച്ചാണ് ഇതുമായി ബന്ധപ്പെട്ട പരാതി കൈവശം അദ്ദേഹത്തിന് കൊടുക്കുകയും ചെയ്തത്. തുടർന്നാണ് ചടുലമായ നീക്കങ്ങൾ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. അതിനിടെ യുവതി രഹസ്യമൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുമ്പിൽ ആവർത്തിച്ച കാര്യങ്ങൾ തന്നെയാണ് രഹസ്യമൊഴിയിലും ഉൾപ്പെട്ടിരിക്കുന്നത് എന്നാണ് സൂചന. എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം കൊടുമ്പിരിക്കൊള്ളുന്നതിനിടയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അപ്രതീക്ഷിതമായി യുവതി നിയമ സംവിധാനങ്ങൾക്ക് മുമ്പിൽ പരാതിയുമായി എത്തുന്നത്. മുഖ്യമന്ത്രിക്ക് തന്നെയാണ് പരാതി കൈമാറിയത്. അത് കോൺഗ്രസ് കേന്ദ്രങ്ങളെയും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു. കാരണം ഇത്തരത്തിലൊരു പരാതി വരാൻ സാധ്യതയുണ്ടെന്ന കാര്യം നേതൃത്വം നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് രാഹുലിനെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റുകയും പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയൊക്കെ ചെയ്തത്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇങ്ങനെയൊരു സാഹചര്യം അല്ലെങ്കിൽ ഇത്തരത്തിൽ പരാതി വരുന്ന ഒരു സാഹചര്യം അത് കോൺഗ്രസ് നേതൃത്വം ഒട്ടും പ്രതീക്ഷിച്ചിരുന്നതല്ല. അതുകൊണ്ട് തന്നെ വെറും ഒരാഴ്ച മാത്രം ബാക്കി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്വർണ്ണപ്പാളി മോഷണം അടക്കമുള്ള വിഷയങ്ങൾ വലിയ തരത്തിൽ പ്രചാരണ രംഗത്ത് നിറഞ്ഞിരുന്ന സ്ഥാനത്താണ് വളരെ അപ്രതീക്ഷിതമായി അവിടെ രാഹുലിനെതിരെയുള്ള ഈ കേസും അതിന്റെ തുടർ നീക്കങ്ങളും വാർത്തകളിൽ നിറയുന്നത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് നേതൃത്വത്തിന് അതിന് കൃത്യമായ മറുപടി നൽകേണ്ടതൊരു അനിവാര്യതയായി മാറും. എന്തായാലും രാഹുലിനെതിരെ ആരോപണങ്ങൾ ഉയർന്നപ്പോൾ തന്നെ കൃത്യമായ നടപടി പാർട്ടി കൈക്കൊണ്ടതാണ് എന്ന നിലപാട് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഉയരുന്ന വിമർശനങ്ങളെ പ്രതിരോധിക്കാനുള്ള നീക്കമാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. ലൈംഗികാതിക്രമം നടത്തിയെന്ന അതിജീവിതയുടെ പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ ചുമത്തിയ ഓരോ വകുപ്പിലും ഉൾപ്പെടുന്ന കുറ്റകൃത്യങ്ങളും ലഭിക്കാവുന്ന ശിക്ഷകളും പരിശോധിക്കും. 1. BNS 64-2F അധികാരത്തിലിരുന്നുള്ള ബലാത്സംഗം. 2. BNS 64-2H ഗർഭിണിയാകുമെന്ന അറിവോടെ ബലാത്സംഗം. 3. BNS 64-2M ആവർത്തിച്ചുള്ള ബലാത്സംഗം. 3 ജാമ്യമില്ലാ കുറ്റം, ജീവപര്യന്തം വരെ തടവു ശിക്ഷ. 4. BNS 89 നിർബന്ധിത ഗർഭചിത്രം, ജാമ്യമില്ലാ കുറ്റം, 10 വർഷം വരെ തടവു ശിക്ഷ ലഭിക്കാം. 5. BNS 316 വിശ്വാസവഞ്ചന, 5 വർഷം വരെ തടവും പിഴയും, ജാമ്യം ലഭിക്കാവുന്ന കുറ്റം. 6. BNS 351 ഭീഷണിപ്പെടുത്തൽ, 7 വർഷം വരെ തടവ്. 7. BNS 329 അതിക്രമിച്ചു കടക്കുക, 3 മാസം വരെ തടവും പിഴയും. 8. BNS 116 കഠിനമായ ദേഹോപദ്രവം, 7 വർഷം തടവും പിഴയും. 9. IT നിയമം 66E സ്വകാര്യതാ ലംഘനം, ജാമ്യം ലഭിക്കാവുന്ന കുറ്റം, 3 വർഷം വരെ തടവ് ശിക്ഷ. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്ന് KC വേണുഗോപാൽ. പാർട്ടിയിൽ ഒരു വിഭാഗം നേതാക്കൾ രാഹുലിനെ പിന്തുണയ്ക്കുന്നു എന്നത് തെറ്റിദ്ധാരണയാണ്. പാർട്ടി സസ്പെൻഡ് ചെയ്ത ആൾ പാർട്ടി പരിപാടിയിൽ പങ്കെടുക്കരുതെന്നാണ് നിലപാടെന്നും KC വേണുഗോപാൽ പറഞ്ഞു. ഇത്തരം കാര്യങ്ങൾക്ക് നിയമത്തിൻ്റെതായ വ്യവസ്ഥയുണ്ട്. നിയമവ്യവസ്ഥ അനുസരിച്ചിട്ട് പോലീസ് FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നിയമപരമായിട്ട് മുന്നോട്ട് പോകണം. നിയമപരമായി മുന്നോട്ട് പോകുന്നത് പൂർണ്ണമായിട്ടും നമ്മളെല്ലാം സ്വാഗതം ചെയ്യുകയാണ്. നിയമപരമായിട്ടുള്ള നടപടി രാജ്യത്ത് നിയമം നടപ്പിലുണ്ടല്ലോ. ആ നിയമം അനുസരിച്ചിട്ട് ഇത്തരം കാര്യങ്ങൾക്ക് പരാതി വന്നാൽ എടുക്കുന്ന നിയമത്തിന്റെ വഴിയിൽ തന്നെ പോട്ടെ. ഈ പാർട്ടിയിലെ ഒരു വിഭാഗം നേതാക്കളാണ് രാഹുലിന് സംരക്ഷണം ഒരുക്കുന്നത്. അതൊക്കെ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന കാര്യമില്ല. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഈ സംഭവം ഉണ്ടായപ്പോൾ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ മാറ്റി. പാർട്ടിയിൽ നിന്നും സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ പാർട്ടിയുടെ ഏറ്റവും കടുത്ത നടപടി. പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു. നിയമസഭ നടന്നപ്പോൾ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടിയിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ആരോപണം വന്ന ഒരാൾക്ക് എതിരെ എടുക്കാവുന്നതിന്റെ പരമാവധി കാര്യമാണ് കോൺഗ്രസ് പാർട്ടി ചെയ്തിരിക്കുന്നത്. സമാനമായ ആരോപണം മറ്റു പാർട്ടികളിൽ വന്നപ്പോൾ നിങ്ങൾക്കറിയാം, ഞാനതിന്റെ വിശദാംശങ്ങൾ കാണണ്ട. അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഞങ്ങൾ വളരെ ശക്തമായിട്ടുള്ള നടപടിയാണ് എടുത്തിരിക്കുന്നത്. ഇനി നിയമത്തിന്റെ വഴിക്ക് പോട്ടെ. ബാക്കി കാര്യങ്ങൾ എന്തെങ്കിലുണ്ടെങ്കിൽ കേരളത്തിലെ പാർട്ടി. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ നടപടി ബോധ്യങ്ങളിൽ നിന്നെടുത്ത തീരുമാനമാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അറബിക്കടൽ ഇരമ്പി വന്നാലും എടുത്ത നിലപാടിൽ മാറ്റം വരുത്തില്ല. രാഷ്ട്രീയത്തിൽ ഇമോഷന് പ്രാധാന്യമില്ലെന്നും മറ്റു ചോദ്യങ്ങൾക്ക് നോ കമന്റ്സ് എന്നുമായിരുന്നു മറുപടി. ഇതെല്ലാം നമ്മുടെ ബോധ്യങ്ങളിൽ നിന്നാണ് നിലപാടുകൾ എടുക്കുന്നത്. ബോധ്യങ്ങളിൽ നിന്ന് നമ്മുടെ കൺവിക്ഷനാണ്.
അത് എന്റെ മാത്രമല്ല, നേതൃത്വത്തിന്റെ കൂട്ടായ തീരുമാനമാണത്, കൺവിക്ഷനാണ്. അത് ആൾക്കൂട്ടം പറഞ്ഞാൽ മാറില്ല. കേരളം മുഴുവൻ എരമ്പി വന്നാലും, ഞാൻ പറഞ്ഞു അറബിക്കടൽ പോലെ എരമ്പി വന്നാലും ബോധ്യങ്ങളിൽ നിന്നെടുത്ത തീരുമാനത്തിൽ മാറില്ല. നിലപാട് അത് കുറെ കഴിയുമ്പോൾ ആൾക്കൂട്ടത്തിന് ബോധ്യം നിലപാടുകളിൽ മാറ്റം വരാൻ പാടില്ല. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കേസ് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് കോൺഗ്രസ് നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ ബാക്കി നിൽക്കെ രാഹുലിനെതിരെ കേസെടുത്തത് രാഷ്ട്രീയ ഉദ്ദേശത്തോടെയാണ്. ആരോപണം വന്നിട്ട് നാളുകൾ ഏറെയായെന്നും എന്നാൽ ഇപ്പോൾ കേസെടുത്തത് സർക്കാരിന്റെ താൽപര്യത്തിലാണെന്നും തിരുവഞ്ചൂർ ആരോപിച്ചു. ആ സമയം തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് അപ്പോൾ ഇത് തെരഞ്ഞെടുപ്പിൽ ആയുധമാക്കണം എന്നുള്ള പ്ലാനോട് കൂടി അവരിങ്ങനെ കാത്തിരുന്ന് തെരഞ്ഞെടുപ്പിൻ്റെ പോളിങ്ങിൻ്റെ തൊട്ട് അടുത്ത തലേ ആഴ്ചയിൽ അവർ ഈ കേസ് രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതിനുള്ള പോംവഴി എന്താ? അവർ കേസ് രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ നിയമപരമായ വഴി, നിയമത്തിൻ്റെ വഴിയിൽ. കാരണം ഗവൺമെൻറ് ഒരു വഴി കാണിച്ചു കൊടുത്തു, എന്താ നിയമത്തിൻ്റെ വഴിക്ക് പോകണമെന്ന്. ആ വഴിയിൽ തന്നെയാണ് പോകുക. സ്വാഭാവികമായിട്ടത് നിഷേധിക്കാൻ ഒരു പൗരനും സാധ്യമല്ല. അത് ഇന്ത്യൻ ഭരണഘടന കൊടുക്കുന്ന ഉറപ്പാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞുവെന്ന് രമേശ് ചെന്നിത്തല. ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്നും ചെന്നിത്തല പ്രതികരിച്ചു. ഞങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ച് ഞാൻ പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. വീണ്ടും അത് ഞാൻ ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല. നിയമത്തിന്റെ വഴിക്ക് പോകും. ലോ വിൽ ടേക്ക് ഇറ്റ്സ് ഓൺ കോഴ്സ്. ഇതേ സംബന്ധിച്ച് ആദ്യം മുതൽ ഞാനൊരു നിലപാടെടുത്ത ആളാണ്. അത് ആ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. അതിനപ്പുറത്തേക്കൊന്നും പറയാനില്ല. രാജി തീരുമാനിക്കേണ്ടത് പാർട്ടിയല്ല, രാഹുൽ മാങ്കൂട്ടത്തിലാണെന്ന് കെ മുരളീധരൻ. കുറ്റാരോപിതനെ പാർട്ടി സംരക്ഷിക്കില്ല. പെട്ടെന്ന് ഒരു കേസുമായി വന്നത് രാഷ്ട്രീയ ലക്ഷ്യം കണ്ടു തന്നെയാണെന്നും കെ മുരളീധരൻ പറഞ്ഞു. പാർട്ടിയുടെ ഔദ്യോഗികമായിട്ടുള്ള ഒരു ചടങ്ങിൽ അദ്ദേഹം പങ്കെടുക്കുന്നില്ല. പാർട്ടി നേതാക്കളുമായിട്ട് വേദിയും പങ്കിടുന്നില്ല. ഇനി കുറെ കൂടെ സൂക്ഷ്മമായിട്ട് തന്നെ പാർട്ടി ഇക്കാര്യം കൈകാര്യം ചെയ്യും. എങ്ങനെ? പാർട്ടിയുടെ ഏതെങ്കിലും തരത്തിലുള്ള സംരക്ഷണം രാഹുൽ മാങ്കൂട്ടത്തിനുണ്ടാവും? അല്ല, അതൊക്കെ അദ്ദേഹത്തിന്റെ സംരക്ഷണം ഒരുക്കേണ്ട അദ്ദേഹം തന്നെയാണ്. പാർട്ടിക്ക് അതിൽ ഒരു ഉത്തരവാദിത്വം പിന്നാലെ തന്നെ MLA ആയിട്ടുള്ള ഒരാള് ഒളിവിൽ കഴിയാണ്. അതിനെക്കുറിച്ച് ഞങ്ങൾ അഭിപ്രായം പറയേണ്ട ആവശ്യമില്ലല്ലോ. ഞങ്ങൾ സസ്പെൻഡ് ചെയ്ത ഒരാൾ ഒളിവിലാണോ നേരിട്ടാണോ എന്നൊക്കെ ഞങ്ങൾ അന്വേഷിക്കേണ്ട കാര്യമില്ല. രാഹുലിനെതിരായ കേസിൽ അന്വേഷണം നടക്കട്ടെ എന്നായിരുന്നു വി കെ ശ്രീകണ്ഠൻ എംപിയുടെ പ്രതികരണം. ആദ്യം സൃഷ്ടിച്ചത് പുകമറയാണ്. രാഹുലിനെതിരെ കോൺഗ്രസ് ശക്തമായ നടപടി സ്വീകരിച്ചു. രാഹുൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിറങ്ങിയത് വ്യക്തിപരമായ തീരുമാനമാണെന്നും ശ്രീകണ്ഠൻ പറഞ്ഞു. ഇന്നലെയാണല്ലോ പരാതി കൊടുത്തത്. ആ പരാതി പോലീസ് സ്വീകരിച്ച് അതിൻ്റെതായ നടപടികളിലേക്ക് കടക്കട്ടെ. നിയമപരമായിട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആരാണ് പ്രതി, എന്താണ് വസ്തുത എന്നും വിശദമായി അന്വേഷണം നടക്കട്ടെ. അതിനെന്താ തടസ്സം? അന്വേഷണത്തിന് യാതൊരു തടസ്സമില്ലല്ലോ. ഒരു വ്യക്തി പരാതി കൊടുത്താൽ പോലീസിലോ കോടതിയിലോ പരാതി കൊടുത്താൽ ഇവിടെ ഒരു നിയമ വ്യവസ്ഥ ഉണ്ടല്ലോ. ആ നിയമവ്യവസ്ഥ പ്രകാരം അന്വേഷണം നടക്കട്ടെ. ഇതിനു മുമ്പ് ഇതൊന്നും ഇല്ലാതെയാണല്ലോ പുകമറ മുഴുവൻ സൃഷ്ടിച്ചത് നിങ്ങളെല്ലാവരും കൂടെ ചേർന്ന്. ഇന്നലെയാണല്ലോ ഒരാൾ പരാതി തന്നിരിക്കുന്നത്. നിരവധി ചാറ്റുകളും അതുപോലെ തന്നെ ഫോൺ സംഭാഷണമൊക്കെ ഇതിനു മുമ്പേയും കുറേ ദിവസം വന്നല്ലോ. എത്ര മാസമായി ക്രൈംബ്രാഞ്ച് അന്വേഷിക്കാൻ തുടങ്ങിയിട്ട്? ക്രൈംബ്രാഞ്ച് തന്നെ യാതൊരു തെളിവില്ലെന്ന് പറഞ്ഞിട്ട് റിപ്പോർട്ട് കൊടുത്തല്ലോ. പാലക്കാട്ട് ഔദ്യോഗികമായ ഒരു യോഗത്തിലും രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പങ്കെടുത്തിട്ടില്ല. ആഫ്റ്റർ സസ്പെൻഷന് ശേഷം ഔദ്യോഗികമായ ഒരു പരിപാടിയും പങ്കെടുത്തിട്ടില്ല. അയാൾ സ്വന്തമായ നിലയ്ക്ക് പ്രചരണം നടത്തുന്നതോ പിന്തുണയ്ക്കുന്നതോ അതൊക്കെ അയാളുടെ വ്യക്തിപരമായ കാര്യമാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ മുൻകൂർ ജാമ്യം തേടിയത് നിയമപരമായ കാര്യമാണെന്ന് ഷാഫി പറമ്പിൽ. കേസ് നിയമപരമായി മുന്നോട്ട് പോകട്ടെ എന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. ജാമ്യം തേടൽ നിയമ പ്രോസസിന്റെ ഭാഗമല്ലേ? നിയമപരമായ കാര്യങ്ങൾ മുന്നോട്ട് പോട്ടെ. ഇന്നലെ പ്രതികരിച്ചതാണല്ലോ. രാഹുലിനെ അനുകൂലിക്കുന്നവരെ കോൺഗ്രസായി കാണാനാവില്ലെന്നായിരുന്നു രാജ്മോഹൻ ഉണ്ണിത്താന്റെ പ്രതികരണം. 1% പോലും ഇരയ്ക്കെതിരെ ശബ്ദിക്കാൻ പാടില്ല. ഇരയെ നിരന്തരം വെല്ലുവിളിച്ച് പരാതി നൽകുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. രാഹുൽ വടികൊടുത്ത് അടിവാങ്ങിയതാണെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു. രാഹുലിനെതിരായ ലൈംഗികാരോപണ പരാതിയിൽ പരാതിക്കാരിയെ അപമാനിച്ച പാലക്കാട് DCC പ്രസിഡന്റ് A തങ്കപ്പൻ. പരാതി നൽകിയ സമയത്തിൽ സംശയമുണ്ട്. ഇത്രനാൾ പരാതിക്കാരി എവിടെയായിരുന്നു? ഇപ്പോൾ പരാതി നൽകിയതിൽ ദുരൂഹതയുണ്ട്. ഇപ്പോൾ മറനീക്കി വന്നത് എന്തിനാണ്? പരാതി അന്വേഷിച്ച് കുറ്റക്കാരനെങ്കിൽ രാഹുലിനെ ശിക്ഷിക്കട്ടെ എന്ന് തങ്കപ്പൻ പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗിക പീഡന പരാതിയിൽ പന്ത് സർക്കാരിന്റെ കോർട്ടിലാണെന്ന് ദീപ്തി മേരി വർഗീസ്. ശരിയായ രീതിയിൽ അന്വേഷണം നടക്കട്ടെ. പരാതിക്കാരിയെ ഒരു കോൺഗ്രസുകാരനും അധിക്ഷേപിച്ചിട്ടില്ല. അത് ശരിയായ രീതിയല്ലെന്നും ദീപ്തി മേരി വർഗീസ്.
സസ്പെൻഷൻ എന്ന പേരിൽ രാഹുലിനെ കോൺഗ്രസ് സംരക്ഷിക്കുകയായിരുന്നുവെന്ന് CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. രാഹുലിനെതിരെ നിയമപരമായ ശിക്ഷാ നടപടി അതിവേഗം സ്വീകരിക്കണം. രാഹുലിനെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കണം. നീചമായ പ്രവൃത്തി ചെയ്തയാളെ കോൺഗ്രസ് പരസ്യമായി എന്തിന് സംരക്ഷിക്കുന്നുവെന്നും EN സുരേഷ് ബാബു ചോദിച്ചു. രാഹുലിനെതിരെ എടുക്കാവുന്ന നടപടികൾ പാർട്ടി നേരത്തെ എടുത്തതാണെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് OJ ജനീഷ്. പരാതി ഇപ്പോൾ സർക്കാരിന് മുന്നിലാണ്. അന്വേഷണം നടക്കട്ടെ. നടപടികളുമായി സർക്കാരിന് മുന്നോട്ട് പോകാം. അതിനെ യൂത്ത് കോൺഗ്രസ് എതിർക്കില്ലെന്നും OJ ജനീഷ് പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്യാൻ കഴിയാത്തത് കേരള പോലീസിന്റെ വീഴ്ചയെന്ന് BJP നേതാവ് K സുരേന്ദ്രന്റെ പ്രതികരണം. ഒളിവിൽ പോകാൻ രാഹുലിന് അതിവിദഗ്ധരായ ആളുകളുടെ സഹായം ലഭിച്ചിട്ടുണ്ട്. രാഹുലിനെ പോലെയുള്ളവർ സമൂഹത്തിന് വിപത്താണെന്നും ഇയാളെ പോലുള്ളവരാണ് കോൺഗ്രസ് പാർട്ടിയെ നയിക്കുന്നതെന്നും K സുരേന്ദ്രൻ. ബ്ലാക്ക്മെയിൽ ചെയ്യുക, സമ്മർദ്ദത്തിലാക്കുക, കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുക, വീണ്ടും വീണ്ടും പീഡിപ്പിക്കുക, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ് നടന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇത് കർണാടകയിലെ കേസ് പോലെ വളരെ വലിയ മാനങ്ങളുള്ള ഒരു കേസാണ്. അതുകൊണ്ട് ആ നിലയിൽ ഈ കേസിനെ കൈകാര്യം ചെയ്യണം. ഇപ്പോൾ പോലീസിൻ്റെ ഭാഗത്തുണ്ടായ വീഴ്ച, ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ കണ്ടുപിടിക്കാൻ ഒരു MLA ആയിട്ടുള്ള ഒരാളെ, പൊതുസമൂഹത്തിൽ ഇത്രയും അറിയപ്പെടുന്ന ഒരാളെ കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല എന്നൊക്കെ പറയുന്നത് മലയാളികൾ വിശ്വസിക്കുന്ന ഒരു കാര്യമല്ല. ഒന്നുകിൽ മുങ്ങാൻ എന്തെങ്കിലും സഹായം കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ അതിവിദഗ്ധന്മാരായിട്ടുള്ള ആളുകൾ അദ്ദേഹത്തെ മുങ്ങാൻ സഹായിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ട് ഈ വിഷയത്തിൽ സാധാരണ കേസുകൾ കൈകാര്യം ചെയ്യുന്നത് പോലെ ഉള്ള ഒരു കേസല്ല. ഈ അതിജീവിതകളെ, ഇരകളെ എല്ലാം കണ്ടെത്താൻ പോലീസിന് അറിയാം. നേരത്തെ തന്നെ കേരള പോലീസ് ഒരു അന്വേഷണത്തിന് ഉത്തരവിട്ടതാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണമെന്ന് BJP. ബ്ലാക്ക് മെയിലിംഗ് ഭയന്നാണ് ഇത്രയും നാൾ പരാതി നൽകാതിരുന്നത് എന്നാണ് FIR-ൽ നിന്ന് മനസ്സിലാകുന്നത്. ഗുരുതരമായ കുറ്റം ചെയ്തിട്ടും ആ വകുപ്പുകൾ ചുമത്തിയിട്ടില്ല. മുഖ്യമന്ത്രി ഇടപെട്ട് ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിപ്പിക്കണം. രാഹുൽ പാലക്കാട് ജില്ലയിൽ തന്നെയുണ്ടെന്നും BJP ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശരൺ പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിന്റെ പൊയ്മുഖം അഴിഞ്ഞു വീണെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. ആരോപണം വന്നപ്പോൾ പുണ്യാളൻ ചമഞ്ഞു. കേസെടുത്തപ്പോൾ അയാളെ മഷിയിട്ട് നോക്കിയാൽ പോലും കാണാത്ത അവസ്ഥയായി. രാഹുൽ തെറ്റ് മനസ്സിലാക്കി പ്രായശ്ചിത്തം എന്നോണം രാഷ്ട്രീയം ഉപേക്ഷിക്കണമെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ഇഷ്യൂ ഉണ്ടായിരുന്ന തുടങ്ങുമ്പോൾ തന്നെ ഒരു പുണ്യവാളന്റെ പരിവേഷമാണ് അണിഞ്ഞിരുന്നത്. പക്ഷെ ആ പൊയ്മുഖം പഴിഞ്ഞു വീണു. പലരും മീഡിയയാണ് നിങ്ങളെല്ലാം പറഞ്ഞപ്പോഴും പറഞ്ഞ ആരും എന്നെ പറ്റി കേസ് പറഞ്ഞിട്ടില്ലല്ലോ, കേസ് കൊടുത്തിട്ടില്ലല്ലോ, പിന്നെ ഞാനെന്തിനാ രാജിവെക്കണത്, ഇനി എൻ്റെ പേരൊരു കേസും ഇല്ലാത്ത സ്ഥിതിക്ക് ഞാൻ എന്ത് തെറ്റാ ചെയ്തത്. പക്ഷേ ഇപ്പോൾ കേസുണ്ടായി. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറഞ്ഞ ആളിനെ മഷിയിട്ടാൽ പോലും കാണാത്ത വിധത്തിൽ എവിടെയാണെന്ന് പോലും അറിയാത്ത ഒരു ഒളിവിലാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് കേസില്ലാത്തത് കൊണ്ടാണ് താൻ കുറ്റക്കാരനല്ല എന്ന് പറഞ്ഞുകൊണ്ട് സ്വയം അദ്ദേഹം പുണ്യവാളനാകാൻ ശ്രമിച്ചുവെങ്കിൽ ഇന്ന് അദ്ദേഹം ഒരാളല്ല പല സ്ത്രീകളെയും പീഡിപ്പിച്ചതായിട്ടും അതിൽ ഒരു സ്ത്രീ അവർ പീഡനാനുഭവങ്ങളും ചെയ്ത ആ വൃത്തികേടുകളെല്ലാം അത് ഞാൻ പറയുന്നില്ല, അതൊന്നും എല്ലാം തുറന്ന് സ്റ്റേറ്റ്മെന്റ് കൊടുത്ത് കേസ് കൊടുത്തിരിക്കുന്ന ഈ പരിസ്ഥിതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ത് ചെയ്യണമെന്ന് അദ്ദേഹത്തിന്റെ മനസാക്ഷി തന്നെ ചോദിക്കട്ടെ. അദ്ദേഹം പറഞ്ഞായിരുന്നല്ലോ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, ആരും കേസ് കൊടുത്തിട്ടില്ല, അവർക്ക് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞതിന്റെ പേരിൽ ഞാൻ രാജിവെക്കേണ്ട കാര്യമില്ല എന്നല്ലേ പറഞ്ഞത്. രാഹുലിനെതിരെയുള്ള പെൺകുട്ടിയുടെ പരാതി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാക്കാൻ CPM. രാഹുലിനോട് MLA സ്ഥാനം രാജിവെക്കാൻ ആവശ്യപ്പെടാത്തത് സ്ത്രീകളോടുള്ള അവരുടെ സമീപനത്തിന് തെളിവെന്നാണ് CPM വാദം. ശബരിമല സ്വർണ്ണക്കൊള്ള മറയ്ക്കാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണ് ഇപ്പോഴത്തെ പരാതിയും കേസുമെന്നാണ് കോൺഗ്രസിന്റെ പ്രതിരോധം. തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ നിർണായക ഘട്ടം. സ്വർണ്ണക്കൊള്ളയിലെ അന്വേഷണം CPM നേതാവ് പത്മകുമാറിൽ എത്തി നിൽക്കുന്നു. അടുത്തതാര് എന്ന ചോദ്യം CPM-നെ ആശങ്കപ്പെടുത്തുമ്പോഴാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇരയുടെ പരാതി വരുന്നത്. അക്ഷരാർത്ഥത്തിൽ ഇത് സുവർണാവസരമായി കാണുന്നത് CPM-ആണ്. സ്വർണ്ണക്കൊള്ള തദ്ദേശ തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ലെന്ന് പുറമേ പറയുമ്പോഴും തിരിച്ചടിയാകുമോ എന്ന സംശയം പാർട്ടിക്കും മുന്നണിക്കുമുണ്ട്. രാഹുലിനെതിരായ പരാതിയും പോലീസ് നടപടിയും അതുകൊണ്ടുതന്നെ വലിയ ഊർജ്ജമാണ് ഇടതു കേന്ദ്രങ്ങൾക്ക് നൽകുന്നത്. രാഹുൽ വിഷയം തെരഞ്ഞെടുപ്പ് രംഗത്ത് CPM കൂടുതൽ ചർച്ചയാക്കും. ഗുരുതര ആരോപണം വന്നിട്ടും കോൺഗ്രസ് രാഹുലിനെ സംരക്ഷിക്കുകയാണെന്ന് ജനങ്ങളോട് പറയും. രാഹുലിന്റെ രാജി ആവശ്യപ്പെട്ട് സമരങ്ങളുണ്ടാകും. അന്തസ്സുണ്ടെങ്കിൽ മാന്യതയുണ്ടെങ്കിൽ ഇത് രണ്ടും അയാൾക്കില്ലെന്നറിയാം, എങ്കിൽ പോലും അയാൾ രാജിവെക്കേണ്ടതാണ്. കേരളത്തിലെ ജനങ്ങളെ അങ്ങനെ റീൽസ് ഇട്ട് പറ്റിക്കാമെന്ന് കരുതണ്ട.
കുറച്ച് സിനിമാ നടിമാരൊക്കെ ആ നിലയിൽ റീൽസ് അഭിനയിക്കാൻ കിട്ടുമായിരിക്കും. അങ്ങനെ കുറച്ച് ആളുകളെ കൊണ്ടുവന്നിട്ട് ഷാഫിയും ഇയാളും ഒരു ജനപ്രിയനാണ് എന്ന് വരുത്തി തീർത്ത് ആളുകൾക്കിടയിൽ തെറ്റിദ്ധാരണ പരത്തുകയാണ്. അതുകൊണ്ട് റീൽസ് കൊണ്ടൊന്നും രക്ഷപ്പെടാൻ വേണ്ടി കഴിയുന്ന ഒരു കേസായിട്ട് ഇതിനെ കാണേണ്ടതില്ല. കേരളത്തിലെ പോലീസ് വളരെ കൃത്യമായി ഈ കാര്യങ്ങൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. കേരളത്തിലെ പോലീസിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. അതുകൊണ്ട് ഈ സൈക്കോപാത്ത് ക്രിമിനൽ ഉൾപ്പെടെ ഇദ്ദേഹത്തിന്റെ കൂട്ടാളിയായിട്ടുള്ള ഷാഫിയും സംഘവും ഉൾപ്പെടെ നിയമത്തിന്റെ മുന്നിലേക്ക് വരും എന്ന കാര്യത്തിൽ, വരേണ്ടി വരും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. രാഹുൽ വിഷയത്തിൽ അക്ഷരാർത്ഥത്തിൽ പ്രതിസന്ധിയിലാണ് കോൺഗ്രസ്. രാഹുലിനെ സംരക്ഷിക്കുന്നില്ല. സ്വർണ്ണക്കൊള്ള മറയ്ക്കാനുള്ള CPM സമരത്തിന്റെ ഭാഗമാണ് പരാതിയെന്നൊക്കെ പറഞ്ഞ് തടിയൂരാനാണ് ശ്രമം. മാർക്സിസ്റ്റ് പാർട്ടി ഉണ്ടാക്കിയെടുക്കുന്ന ഒരു കെണിയാണ്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് അയ്യപ്പൻ്റെ സന്നിധിയിൽ നിന്നും മോഷണം നടത്തിയിട്ട് ആ മോഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് നിരവധി നേതാക്കന്മാർ ജയിലിൽ കിടക്കുകയാണ്. ജയിലിൽ കിടക്കുന്ന അവസരത്തിൽ ഇതൊക്കെ ഒന്ന് വഴി മാറ്റി വിടുന്നതിന് വേണ്ടി ഒരു പുതിയ തന്ത്രം മെനഞ്ഞിരിക്കുകയാണ്. ആ കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ ഞാൻ തിരുവനന്തപുരത്ത് ഇതേ ചോദ്യത്തിനൊക്കെ ഉത്തരം പറഞ്ഞതാണ്. ഒരു പുതുമയില്ല. രാഹുലിനെതിരെ ആക്ഷേപം ഉയർന്നപ്പോൾ തന്നെ അദ്ദേഹത്തെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും നിയമസഭാ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ എന്ന് ഞങ്ങളെല്ലാവരും പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ പറയുമ്പോഴും കോൺഗ്രസിൽ തന്നെ രാഹുലിന്റെ കാര്യത്തിൽ വ്യത്യസ്ത അഭിപ്രായമുണ്ട്. രാഹുലിനെതിരെ ശക്തമായ തെളിവുകൾ ഉണ്ടാവുകയും അറസ്റ്റിലേക്ക് കടക്കുകയും ചെയ്താൽ കോൺഗ്രസ് വീണ്ടും പ്രതിരോധത്തിലാകും. അപ്പോൾ കൂടുതൽ നടപടിയും എടുക്കേണ്ടി വരും. തെരഞ്ഞെടുപ്പ് രംഗത്ത് രാഹുൽ വിഷയം വലിയ തിരിച്ചടിയായി മാറുമെന്ന ഭയവും കോൺഗ്രസിനെ അലട്ടുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. ഇടുക്കി ആനച്ചാൽ സ്കൈ ഡൈനിങ്ങിൽ കുടുങ്ങിയവരെ താഴെയിറക്കി. 4 മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് കുടുങ്ങിയവരെ താഴെയിറക്കിയത്. അടിമാലി, മൂന്നാർ ഫയർഫോഴ്സ് സംഘങ്ങൾ എത്തിയാണ് 5 പേരെയും താഴെയിറക്കിയത്. 2 കുട്ടികൾ ഉൾപ്പെടെ മംഗലാപുരത്തു നിന്നുള്ള 4 വിനോദസഞ്ചാരികളും ഒരു ജീവനക്കാരിയുമാണ് സ്കൈ ഡൈനിങ്ങിനിടെ കുടുങ്ങിയത്. ഉച്ചയ്ക്ക് 1 മണിയോടെയായിരുന്നു സംഭവം. യൂത്ത് ലീഗ് പ്രവർത്തകനായിരുന്ന ഓട്ടോ ഡ്രൈവർ മനാഫിനെ പട്ടാപ്പകൽ അടിച്ചും കുത്തിയും കൊലപ്പെടുത്തിയ കേസിലെ 1-ാം പ്രതി മാലങ്ങാടൻ ഷെഫീഖ് കുറ്റക്കാരനെന്ന് വിധി. മഞ്ചേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് വിധി പ്രസ്താവിച്ചത്. IPC 302 വകുപ്പ് പ്രകാരം കൊലപാതക കുറ്റമാണ് തെളിഞ്ഞത്. ശിക്ഷാവിധി നാളെ പ്രഖ്യാപിക്കും. 2-ാം പ്രതി ഷെഫീഖിന്റെ സഹോദരൻ ഷെരീഫ്, 3-ാം പ്രതി നിലമ്പൂർ ജനതപ്പടി കോട്ടപ്പുറം മുനീർ, 4-ാം പ്രതി കബീർ എന്ന ജാബിർ എന്നിവരെ വെറുതെ വിട്ടു. മുൻ MLA PV അൻവറിന്റെ സഹോദരി പുത്രനാണ് ഷെഫീഖ്. വിദേശത്തേക്ക് പോകാൻ കൊച്ചി വിമാനത്താവളത്തിലെത്തിയ ഫസൽ ഗഫൂറിനെ തടഞ്ഞ് ED. MES ട്രസ്റ്റുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളിൽ ഫസൽ ഗഫൂറിനെതിരെ അന്വേഷണം നടക്കുകയാണ്. വിദേശയാത്ര ഉള്ളതിനാൽ ഹാജരാകാൻ ആവില്ല എന്ന് അറിയിച്ചിരുന്നു. വിദേശയാത്രയ്ക്കായി വിമാനത്താവളത്തിലെത്തിയപ്പോൾ നോട്ടീസ് ഉണ്ടെന്ന് പറഞ്ഞ് യാത്ര തടഞ്ഞുവെന്നാണ് ഫസൽ ഗഫൂറിന്റെ വിശദീകരണം. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വെച്ച് ED ഡോക്ടർ ഫസൽ ഗഫൂറിനെ ചോദ്യം ചെയ്യാനായി കൊണ്ടുപോയത്. മണിക്കൂറുകൾക്ക് ശേഷം അദ്ദേഹത്തെ വിട്ടയക്കുകയും ചെയ്തു. മുൻപ് കോഴിക്കോട് നടന്ന ഒരു ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്, അല്ലെങ്കിൽ അതേ തുടർന്നുള്ള പരാതിയാണ് EDയുടെ ചോദ്യം ചെയ്യലിന് കാരണമായിട്ടുള്ളത്. ഫസൽ ഗഫൂർ അടക്കമുള്ള ഡോക്ടർമാരുടെ ഒരു സംഘം കോഴിക്കോട് ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രി തുടങ്ങാൻ ലക്ഷ്യമിട്ട് ഫെയർ ഡീൽ ട്രസ്റ്റ് എന്നൊരു സംഘടന രൂപീകരിച്ചു. അതിന്റെ പേരിൽ 5 ഏക്കർ ഭൂമി വാങ്ങുകയും ചെയ്തു. എന്നാൽ ആ പദ്ധതി യാഥാർത്ഥ്യമായില്ല. ഇതിൽ പണം മുടക്കിയ 2 ഡോക്ടർമാർ പോലീസിൽ പരാതി നൽകി. പക്ഷേ ആ പരാതി പോലീസ് കാര്യമായിട്ട് അന്വേഷിക്കുകയോ അല്ലെങ്കിൽ അതിൽ നടപടി ഉണ്ടാവുകയോ ചെയ്തില്ല. പിന്നാലെ അവർ ഹൈക്കോടതിയെ സമീപിച്ചു. ഒപ്പം EDക്കും പരാതി നൽകി. ഈ പരാതിയിലാണ് ഇപ്പോൾ EDയുടെ അന്വേഷണം നടക്കുന്നത്. ഇതിന്റെ ഭാഗമായി ഫസൽ ഗഫൂറിനെ മുൻപ് ED വിളിപ്പിച്ചിരുന്നു, കാര്യങ്ങൾ ചോദിച്ചിരുന്നു. അതിന് പിന്നാലെ തന്നെ അദ്ദേഹത്തോട് ഇന്ന ദിവസം കൊച്ചിയിലെത്തി ചോദ്യം ചെയ്യലിന് വിധേയനാകണമെന്ന് ആവശ്യപ്പെട്ടു. പക്ഷേ മുൻപ് തീരുമാനിച്ച ഒരു വിദേശയാത്ര ഉള്ളതുകൊണ്ട് സാധിക്കില്ല എന്നായിരുന്നു ഫസൽ ഗഫൂറിന്റെ നിലപാട്. തുടർന്ന് ED അദ്ദേഹത്തിന് യാത്രാവിലക്കും ഏർപ്പെടുത്തിയിരുന്നു. എന്നാൽ യാത്രാവിലക്ക് ഏർപ്പെടുത്തിയത് അറിഞ്ഞില്ല എന്നാണ് ഫസൽ ഗഫൂറിന്റെ ഓഫീസ് പറയുന്നത്. അങ്ങനെയാണ് ഈ യാത്രാവിലക്ക് നിലനിൽക്കെ ഓസ്ട്രേലിയയിലേക്ക് പോകാനിരുന്ന ഫസൽ ഗഫൂറിനെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വെച്ച് EDയുടെ സംഘം ചോദ്യം ചെയ്യാനായി കൊണ്ടുപോയത്. എന്നാണെങ്കിലും അദ്ദേഹത്തെ മണിക്കൂറുകൾക്ക് ശേഷം വിട്ടയച്ചു. പക്ഷേ വീണ്ടും ED ചോദിച്ച കാര്യങ്ങൾക്ക് മറുപടിയുമായി രേഖകളുമായി ഹാജരാകേണ്ടതുണ്ട്. അടുത്ത ദിവസം തന്നെ EDയുടെ ഓഫീസിലെത്തി ഇക്കാര്യങ്ങൾ ബോധിപ്പിക്കുമെന്നാണ് ഫസൽ ഗഫൂറിന്റെ ഓഫീസ് അറിയിച്ചിരിക്കുന്നത്. മലപ്പുറത്ത് നിന്നും CV അനുമോദ്, ന്യൂസ് 18. ഇനി സ്വർണ്ണവെള്ളി നിരക്ക്. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജുവലറി.
സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 11,775 രൂപ, പവന് 94,200 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 9,745, പവന് 77,960 രൂപയും. വെള്ളി ഗ്രാമിന് 176 രൂപ, കിലോയ്ക്ക് 1,76,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജുവലറി. പൂർണ്ണമാകുന്നു ലൈവ് എറ്റ് 6. ഇടവേളയ്ക്ക് ശേഷം നാട്ടിലോട്ട് കാണാം.